സഹിനെ, പലയിടത്തും പ്രതിഷേധങ്ങളടക്കം ആരംഭിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും സേതു, നമ്മളിപ്പോൾ ഉള്ളത് ഷിപ്പ്യാർഡിലാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഒരിടം കൂടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പണിമുടക്ക് സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾ ഇതായി കാണുന്നത് പോലെ തന്നെ പ്രധാന കവാടങ്ങളെല്ലാം തൊഴിലാളികൾ വളഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഇന്ന് ആരെയും ജോലിക്ക് കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. മാത്രമല്ല, ഈ കാണുന്നത് പോലെ ഈ റോഡുകളും ഇവിടെ പൂർണ്ണമായിട്ടും വിജനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാവിലെ മുതൽ തന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളും പലയിടങ്ങളിലായി ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തടയുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലും അത്തരത്തിൽ തന്നെയാണ്. ഇവിടുത്തെ തൊഴിലാളി ആളുകളോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്? സമ്പൂർണമായി കപ്പൽശാലയിലെ തൊഴിലാളികൾ പണിമുടക്കുകയാണ്. കപ്പൽശാലയിൽ BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും പണിമുടക്ക് നോട്ടീസ് 14 ദിവസത്തിന് മുമ്പ് കൊടുത്ത് പണിമുടക്ക് നടത്തുകയാണ്. കപ്പൽശാലയിൽ പണിമുടക്ക് സമ്പൂർണ്ണമായിരിക്കും. ഈ BMSന്റെ തൊഴിലാളികൾ ജോലിക്ക് കയറുന്നുണ്ടോ? അവരെ ജോലിക്ക് കയറുന്നവരെ ആരെയും ഞങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ BMSന്റെയും ബഹുഭൂരിപക്ഷം തൊഴിലാളികളും പണിക്ക് കയറില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്? ഇവിടെ കപ്പൽശാലയിൽ മൊത്തം ഏതാണ്ട് 10,000-ത്തിനടുത്ത് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കരാർ മേഖലയിലാണ് ഏകദേശം 5,000-ഓളം തൊഴിലാളികൾ. അവിടെ സമ്പൂർണ്ണ പണിമുടക്കായിരിക്കും. അവിടെ CITUവിൻ്റെ ഒറ്റ യൂണിയൻ മാത്രമേ ഉള്ളൂ. അവിടെ സമ്പൂർണ്ണ പണിമുടക്കായിരിക്കും. ഈ പ്രധാന കവാടങ്ങളൊക്കെ നമ്മൾ തൊഴിലാളികൾ രാവിലെ മുതൽ തന്നെ ഉപരോധം ആരംഭിച്ചു. ഉപരോധിക്കുന്നില്ല, എന്നാൽ ഞങ്ങൾ സന്ദേശം നൽകാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇത് 6 മണി മുതൽ എല്ലാ ഗേറ്റുകളിലും തൊഴിലാളി നേതാക്കളും സംഘടനാ പ്രവർത്തകരും ഉണ്ട്. കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നു തൊഴിലാളികൾ. അതെ, കൃത്യമായ അറിയിപ്പ് നൽകി. അതിനെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ അറിയിപ്പ് തൊഴിലാളികൾക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരും തന്നെ ജോലിക്ക് കയറുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ഓരോ വിഭാഗത്തിലെ ഓരോ ട്രേഡ് യൂണിയന്റെയും തൊഴിലാളികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. CITU മാത്രമല്ല, ANTUCയും മറ്റ് തൊഴിലാളി സംഘടനകളുമുണ്ട്. BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 ദിവസം മുൻപ് തന്നെ കൃത്യമായ അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ആ അറിയിപ്പിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ ആരും തന്നെ ഇന്ന് ജോലിയിൽ കയറുന്നില്ല. BMSന്റെ തൊഴിലാളികൾ പോലും അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് തൊഴിലാളി സംഘടനകൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അല്പനേരം മുമ്പ് നമ്മളോട് സംസാരിച്ച ട്രേഡ് യൂണിയൻ നേതാവ് പോലും പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു പ്രധാന കവാടങ്ങളിലൊന്നാണ്. അവിടെ തൊഴിലാളികൾ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് എറണാകുളത്തെ ആകമാനം സ്ഥിതി. ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഇത്തരത്തിൽ അവിടുത്തെ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. അവർ രാവിലെ മുതൽ തന്നെ തൊഴിലിലെത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട്. മാത്രമല്ല, നിരത്തുകൾ ഏറെക്കുറെ വിജനമാണെന്ന് പറയേണ്ടി വരും. സ്വകാര്യ വാഹനങ്ങൾ, ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതൊഴിച്ചാൽ നിരത്തുകൾ വിജനമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതി തന്നെയാണ് എറണാകുളം ജില്ലയിൽ ആകമാനമുള്ളത്. എന്തായാലും പണിമുടക്ക് സമരം ജില്ലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പണിമുടക്ക് സമരം ജില്ലയിൽ പൂർണ്ണമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. സേതു. ശരി സഹിൻ, അപ്പോൾ എല്ലാ ജില്ലകളിലെയും പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. എല്ലായിടത്തെയും കാഴ്ചകൾ ഏറെക്കുറെ സമാനമാണ്. വാഹനങ്ങളൊന്നും പൊതുഗതാഗതം അടക്കം സർവീസ് നടത്തുന്നില്ല. പിന്നെ ദീർഘദൂര യാത്രക്കാരൊക്കെ പലയിടത്തും പെട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ സമരമൊക്കെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതൊക്കെയാണ് എങ്കിൽ പോലും അത് അറിയാതെ വരുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പെട്ടുപോകുന്നത്.